പത്തനംതിട്ട ജില്ലയിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അയൽവാസിയുടെ വ്യാജ പരാതിയിൽ കേസെടുത്ത് കോയിപ്പുറം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ യുവാവ്. ഇനി ഒരു സുരേഷ് പത്തനംതിട്ട ജില്ലയിൽ ആവർത്തിക്കാതിരിക്കുവാൻ. ഈ കോയിപ്പുറം സ്റ്റേഷനിൽ ജീവിക്കാൻ നിങ്ങളെല്ലാവരും അറിയണം. എനിക്ക് ഫേസ്ബുക്കോ ജസ്റ്റ് വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വല്ല കൂട്ടുകാർ വല്ലതും ഉണ്ടെങ്കിൽ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ പേരിൽ ഒരു കേസ്, എൻ്റെ അയൽവക്കാരൻ കർഷകൻ എന്ന് വിളിക്കുന്ന സതീഷ് ചന്ദ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പരമചെറ്റയാണ്. എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്ത് ഈ CI എന്നെ പൊക്കോളാന്ന് പറഞ്ഞ് വെറുതെ വിട്ട് ഒരു ഒപ്പിട്ടോളാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് സമൻസ് ഷെറിൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ എനിക്ക് സമൻസ് അയച്ചു തന്നേക്കുന്നു. ഞാൻ നമ്മുടെ ഒരു ഗുമസ്ത ആളെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് കഞ്ചാവ് വലിച്ചെന്നോ കൈവശം വെച്ചെന്നോ പ്രതിയാണെന്ന് പറഞ്ഞ് എന്നെ വെറുതെ വിട്ട CI. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വാട്സാപ്പിൽ ഇട്ടോ എനിക്ക് ഇതുപോലെ പണി തന്നെന്ന്. മനസ്സിലായോ? ഈ കർഷകനെന്ന് പറയുന്ന ഞങ്ങൾ തൊട്ട് മേളിൽ താമസിക്കുന്നവനാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ പോയി വനിതാ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇവര് കേസ് എടുത്തില്ല. എനിക്കൊരു പെറ്റിയ ഉള്ളതാണ് ഇവന് പറഞ്ഞേക്കുന്നത്. പെറ്റിയുടെ പണിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കേസ്. ഈ കോഴിക്കോട് CIയും ജോബിൻ എന്ന പോലീസുകാരനും കൂടെ ജീവിക്കാൻ നിവൃത്തി, അതുകൊണ്ട് പറയുക, ജീവിക്കാൻ നിവൃത്തിയില്ല. എനിക്കാരുമില്ല. ഞാൻ പിള്ളേരെ വളർത്തുക, ഞാൻ കൂട്ടുകാരുടെ ഒന്നിനും പോകുന്നില്ല. CIയും ജോബിൻ എന്ന പോലീസുകാരനും കൂടെ മേളിൽ നിന്ന് വനിതാ സെല്ലിൽ നിന്ന് വിളിപ്പിച്ച് SP ആറിന് വിളിച്ച് പറഞ്ഞാൽ തോന്നുന്നു. അവൻ എന്നെ വിളിച്ചു. ഞാൻ അന്നേരം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നെ തൊട്ട് പുറകിൽ അടുക്കളയ്ക്ക് ഒരു മഗ്ഗും കുറച്ച് സവാളയോ എന്തോ മീൻ കറി ഏതാണ്ടിരിക്കുന്ന ഞാൻ കണ്ടുള്ളൂ. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ കണ്ണിൽ പൊന്നീച്ച പറക്കുമായിരുന്നു. എൻ്റെ ചെവിയിൽ ഇപ്പോഴും ചോര നിന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ ചെവി കൂടെ ചോര നിന്നിട്ടില്ല. അത് ഈ സർക്കാരിൻ്റെ പോലീസിനോ സർക്കാരിൻ്റെ ആർക്ക് വന്ന് നോക്കാം. ഒരുപാട് അനുഭവിച്ചു. പിന്നെ ഞാൻ എല്ലാം നിർത്തിയതാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പ് എൻ്റെ കൂട്ടുകാർക്ക് മാസമേ മെസ്സേജ് ഇട്ടുള്ളൂ എനിക്കിങ്ങനെ പറ്റിയെന്ന്. ഇന്നും എൻ്റെ ചെവി കൂടെ നിന്നിട്ടില്ല ചോര. അത് കോടതി അറിഞ്ഞോ, ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി അത് ജോബിന് അടിച്ചതാണോ CI അടിച്ചതാണോ എന്ന്. ഇന്ന് വന്നേക്കുക വെറുതെ വിട്ട്. അന്ന് നീ പൊക്കോളാന്ന് പറഞ്ഞ് എനിക്ക് പെറ്റി ഒപ്പിട്ടപ്പം ഞാൻ കഞ്ചാവ് വലിച്ചെന്നോ കഞ്ചാവ് കൈവശം വെച്ചോണ്ടിരിക്കുവാണോ എന്ന് പറഞ്ഞ് എനിക്ക് വന്നേക്ക് നിന്നും. ഞാൻ എന്തോ ചെയ്യണ്ടേ? എൻ്റെ മോനാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ വീടാണ്. പിള്ളേരെ സ്കൂളിൽ വിടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം. ഒന്നിനും ഇല്ല. എനിക്ക് പെറ്റിയോട് പെറ്റി തന്നോണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഈ കർഷകൻ എന്ന് പറഞ്ഞ സതീഷ് ചന്ദ്രൻ മേളിൽ പോയി പിടിച്ചപ്പം അവന്റെ തൊഴിൽ വെളുത്തിരുന്നോണ്ടാണ് അവന്റെ കൂടെ പോലീസ്, അതോ അവന്റെ അമ്മ പോലീസിലുണ്ടായതാണോ സതീഷ് ചന്ദ്രൻ? അല്ല, എനിക്കറിയത്തില്ല. എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതിന് SP ആണോ DGP ആണോ ആരാണോ ഇതിന് ഉത്തരം പറയാമോ? ഇതിന്റെ പുറകെ എന്നെ അകത്തിട്ടാലും കുഴപ്പമില്ല. എൻ്റെ 3 പിള്ളേർ ഇവിടെ അനാഥരാകും. അതിന്റെ ഉത്തരം നിങ്ങൾ മേലാളിന്ന് പറഞ്ഞു തരണം. മനസ്സിലായോ? അനുഭവിച്ചു. ഇനി വയ്യ. ഇവിടെ പല ഉപദ്രവങ്ങളും ഉണ്ടായതാണ് തിരിച്ച് സംസാരിച്ചതല്ല. ഞാൻ കഞ്ചാവ് വലിക്കാനോ കഞ്ചാവ് വിൽക്കാനോ പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് വല്ലോ? ബഹുമാനപ്പെട്ട കോടതി വരെ ഇത് അറിയണം. മനസ്സിലാവും. ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. ഇനിയും ആത്മഹത്യ ഉള്ള മുന്നിൽ. ഇനിയും വയ്യ ജീവിക്കാൻ. എനിക്ക് കോടതി കൊണ്ട് പെറ്റിയടിച്ച് വയ്യ. ഇനി ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഫോൺ ശരിക്കും ഉപയോഗിക്കാൻ അറിയുന്ന വ്യക്തിയല്ല. വന്നത് മൊത്തം കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബാക്കിയോട് ഞാൻ പറയുന്നത്. ബാക്കി പറഞ്ഞത് അത് കഴിഞ്ഞ് 2 ആഴ്ച എന്തോ വനിതാ സെല്ലിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. എന്നെ വിളിച്ച പഴുതി ഞാൻ അന്നേരം കോഴിക്കോട് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ കുറച്ച് നേരം നിൽക്കുമ്പോൾ CIയുടെ വാഹനം ജോബിനെന്ന് അവനും വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു യൂണിഫോമിൽ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 പേരും യൂണിഫോം ഇല്ലാതെ വന്ന് ഈ ജോബിനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇനി വന്ന് എന്താ ഉണ്ടാ വിശേഷമൊക്കെ ഇനി വന്നേടാ എന്ന് പറഞ്ഞ് എന്നെ നേരെ പുറകിലോട്ട് കൊണ്ടുപോകും, അടുക്കളയിലോട്ട്. അതിൻ്റെ തൊട്ട് പുറകെ CIയും. അവിടെ ക്യാമറ ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്നേഹത്തോടെ എന്നെ കൊണ്ടുപോയേക്കുന്നേ. കുനിച്ച് പിടിച്ച് നിൽക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2 സൈഡും വാരിയൽ ഉൾപ്പെടെ പുറമെ 2 പേരുടെയും ചെവിക്കലിനടി. ഈ വലത്തെ ചെവി കൂടെ ചോരയും. ഏത് കോടതിക്കും ഏത് സർക്കാരിൻ്റെ വക്കീലിനും നോക്കാം. അത് സർക്കാരിൻ്റെ വക്കീലല്ല, സർക്കാരിൻ്റെ ഏത് ഡോക്ടർക്കും നോക്കാം. ഈ വലത്തെ ചെവി ചോര. ജോബിനെന്ന ജിമ്മും ഉടായ്പ CIയും കൂടെ. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ സസ്പെൻഷനിലായാലും അതിന് മുമ്പ് ഞാൻ വാട്സപ്പിൽ മൊത്തം ഇട്ടിട്ടുണ്ട്. അത് പലയിടത്തും ആയിട്ടുമുണ്ട്. വാട്സപ്പിൽ ഇട്ട് കൊടുത്ത മെസ്സേജ് തന്നെ, അല്ല മറ്റൊന്നുമല്ല. ഒരു പാവം പിടിച്ചാണ്, ആരുമില്ല. എൻ്റെ വീടായത് കണ്ടോ, ഒന്നുമില്ല. പിള്ളേരെ വളർത്താൻ ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെ വളർത്താനേ ബുദ്ധിമുട്ടാണ്. പാവങ്ങളെ കെട്ടിയപ്പം നല്ലതായിട്ട് പെരുമാറാൻ അറിയാമായിരുന്നു. വലിയവൻ്റെ മുഖത്ത് നോക്കി അടിക്കും ഇവൻ.
ജസ്റ്റ് ഏതെങ്കിലും കൂതറ പാർട്ടി പ്രവർത്തിക്കാനോ അടിക്കുമോ? ഇല്ലല്ലോ. ഞാനിങ്ങനൊക്കെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആരും നമ്മൾ ആരെ ആശ്രയിക്കാൻ പോകുന്നില്ല. പരുവം നോക്കി നല്ലതായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന്. കഞ്ചാവ് നാളെ ഒരു വിഷയം ഉണ്ടായാലും ഉണ്ടല്ലോ, എന്നെ പിടിക്കാം, കഞ്ചാവാണെന്ന്. ഞാൻ ഇപ്പം കഞ്ചാവ് കേസിട്ട് കൂടുതൽ പിടിക്കാം. ഞാൻ നേരെ ചൊവ്വേ കഞ്ചാവ് കണ്ടിട്ട് പോലും എൻ്റെ പൊന്ന് സാറേ ഞാൻ വലിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ എന്തോ വല്ല ഡോക്ടറോ എന്നെ വല്ല എന്തോ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ കഞ്ചാവ് വലിച്ചിട്ടില്ല. ഞാൻ നേരെ ഇവ കണ്ടിട്ടുമില്ല. വയ്യ അനുഭവിക്കുക. ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞത്. എനിക്ക് ഫേസ്ബുക്കില്ല. ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഫേസ്ബുക്ക് എടുപ്പിച്ച് ഇതിനകത്ത് വരുമോന്ന് പോലും എൻ്റെ മോനെ കൊണ്ട് ഫേസ്ബുക്ക് എടുക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുവാൻ, മനസ്സിലായോ? 9ാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ മോനെ ഫേസ്ബുക്ക് ഇടുക. എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ ഇപ്പം എൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. എനിക്കിന്ന് പെറ്റി വന്നത്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് വെളിയിറങ്ങി പൈസ മുടക്കി വലിയ സെറ്റപ്പ് കാണിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ജീവനല്ലേ ഉള്ളൂ. പാവങ്ങളെ ഉപദ്രവിക്കണോ ഇങ്ങനെ? എല്ലാവരും കാണണം, എല്ലാവരും അറിയണം. ഇത് പോകുമ്പോഴേ നല്ല ആൾക്കാരോട് കളിക്ക്, പാവങ്ങളെ വെറുതെ വിട്. ഇനി ജീവിക്കാൻ വയ്യ. എനിക്ക് ഈ സർക്കാരിന് പെറ്റി അടച്ചിട്ടോ, ഉള്ള പെറ്റിയാണെങ്കിൽ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടല്ല, ഈ ഇല്ലാത്ത പെറ്റി അടച്ചും ജീവിതം. എൻ്റെ വീടാണിത്. എനിക്ക് പിള്ളേരെ വളർത്താൻ പറ്റുന്നില്ല. ഇനി എനിക്ക് വയ്യ. എന്നെ കോയിപ്പുറം പോലീസ് ഇനി ഉപദ്രവിക്കല്. എനിക്ക് എന്ത് പറ്റിയാലും മൊത്തം കോയിപ്പുറം പോലീസിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. എനിക്ക് ഇനി എന്ത് പറ്റിയാലും മൊത്തം കോയിപ്പുറം പോലീസിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ വേട്ടയാടുന്നേ? ഞാൻ നിരപരാധിയായിരുന്നു. ഞാൻ അവരെ തല്ലാൻ ചെന്നിട്ടില്ല. കേസ് ഞാൻ തല്ലാൻ ചെന്നിട്ടില്ല. ഇരുമ്പ് വടി കൊണ്ട് അടിക്കാൻ ചെന്നിട്ടില്ല. ഞാൻ തുണി പൊക്കി കാണിച്ചിട്ടില്ല. ഇതെല്ലാം കേസ് കൊടുത്താണല്ലോ. എല്ലാം നിരപരാധിയാണെന്ന് പറഞ്ഞ് എന്നെ CA വെറുതെ വിട്ടതാണല്ലോ. ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ ഒരു പാവം പിടിച്ചവനാണ്. ഞാൻ ഇവിടെ പിള്ളേരെ വളർത്താൻ കഷ്ടപ്പെടുന്നു. ഇനി ഇതിന്റെ പേരിൽ കോയിപ്പുറം പോലീസ് എന്നെ ഉപദ്രവിച്ചാൽ എൻ്റെ മരണത്തിന് വരെ ഉത്തരവാദി കോയിപ്പുറം പോലീസ് ആയിരിക്കും. ഞാൻ മരിച്ചാൽ പോലും അതിന് ഉത്തരവാദി കോയിപ്പുറം പോലീസാണ്. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പറയവേ, ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണ്. എനിക്കിനി നിവൃത്തിയില്ല. കാരണം പലതും അനുഭവിച്ചു. ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതും അനുഭവിച്ചു. ഇനി വയ്യ. ഇനിയും ജീവിക്കാൻ വയ്യ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയും ഇല്ല. അനുഭവിക്കും. ഇപ്പം എൻ്റെ ഫോട്ടോയിൽ ഞാൻ വീട്ടിൽ കിടപ്പാ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പലരും പറയും ഇവൻ അങ്ങനെ. ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയ്ക്ക് മുന്നിലോ ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നിനും വരുന്ന വ്യക്തിയല്ല ഞാൻ. നിവൃത്തി കേട് കൊണ്ടാണ് പറയുന്നത്. അതായത് ഈ കാക്കി ഇട്ടവരുടെ അങ്ങേ അറ്റം പറ്റിക്കൊണ്ടിരിക്കുക. ഒരു സമരസിന്റെ പേര് വിളിച്ചപ്പോൾ പോലും നമ്മളോട് സംസാരിക്കുന്ന രീതി. ഇനിയും വയ്യ. ഇനി ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പിള്ളേരെ വളർത്താൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ നോക്കി പിള്ളേരെ വളർത്തിക്കോളാം? എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു 5-6 കൊല്ലമായിട്ട് ഇവൻ്റെ 2010 കേസേ എനിക്കുള്ളൂ. അത് ഇവനുമായിട്ട് തന്നെയാണ്. മര്യാദയ്ക്ക് എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കും. ഇനി നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ വീണ്ടും ഒരു സുരേഷ് ആകാൻ അനുവദിക്കരുത്. നിങ്ങൾ എന്നെ വീണ്ടും ഒരു സുരേഷ് ആകാൻ എന്നെ അനുവദിക്കരുത്. എനിക്ക് വയ്യ. ജീവിതം അടുത്തുപോയി.